ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഒരു പവർ ഇലക്ട്രോണിക്സ്. നമുക്കറിയാം, പവർ ഇലക്ട്രോണിക്സ് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സും അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചതാണ്. അതേപോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് ആണ് പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് ആണ്. കാരണം നമ്മുടെ പവർ ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ ഇലക്ട്രിക്കൽ അപ്ലയൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിരിക്കുക പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് പവർ ഇലക്ട്രോണിക്സ്? ഓക്കെ, പവർ ഇലക്ട്രോണിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് കൺവേർഷൻ, കൺട്രോൾ ആൻഡ് കണ്ടീഷനിങ് ഓഫ് ഇലക്ട്രിക്കൽ പവർ യൂസ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക്കൽ പവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൺവേർഷൻ ചെയ്യുന്നുണ്ട്. എ സി പവറാണ് നമ്മൾ ഡി സി പവറാക്കി കൺവേർട്ട് ചെയ്യുക, അങ്ങനത്തെ പവർ കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പവർ കണ്ടീഷനിങ്, ഓക്കെ, നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് അതിനെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ത് വഴി? കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസസ്, ഓക്കെ, പലതരം ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പവറിനെ, ഇലക്ട്രിക്കൽ പവറിനെ നമ്മൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ഈസ് ഈക്വൽ ടു കൺട്രോളിങ് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻ്റ്ലി യൂസിങ് ഇലക്ട്രോണിക് സ്വിച്ചസ്. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് സ്വിച്ചസ്, ഓക്കെ, നമ്മുടെ ഡയോഡ്, ഓക്കെ, ഡയോഡ്, SCR, അങ്ങനെ പലതരം സ്വിച്ച് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പവറിനെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പവർ സിസ്റ്റം അറിയാം. നമുക്ക് പവർ സിസ്റ്റത്തിൽ എന്താണ് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ നമുക്ക് നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു 500 കിലോമീറ്ററിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോസസ് ഒക്കെ സംഭവിക്കാം. കാരണം ലോസ് ഇല്ലാതെ നമുക്ക് മാക്സിമം പവറിനെ, ബൾക്ക് പവറിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ HVDC, ഹൈ വോൾട്ട് DC ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഈ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസിൻ്റെ ഒക്കെ വളരെയധികം ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, കാരണം അവിടുത്തെ AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ആവശ്യമാണ്. അതുപോലെ DC-നെ AC ആക്കണമെങ്കിൽ നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ഡിവൈസിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ വളരെയധികം ലോസും ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കൺവേർഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? റെക്ടിഫിക്കേഷൻ. ഓക്കെ, ആദ്യം AC to DC നടക്കുന്ന ഒരു കൺവേർഷനാണ് നമ്മൾ എന്ത് പറയുക, റെക്ടിഫിക്കേഷൻ എന്ന് പറയുക, റെക്ടിഫയർ. ഓക്കെ, പിന്നെ DC-നെ AC ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെർട്ടർ എന്ന് പറയുക. പിന്നെ വോൾട്ടേജ് ലെവൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലോ വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ അതിനെ, ആ വോൾട്ടേജിന് DC ലോ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ആ വോൾട്ടേജ് ഒരു 20 വോൾട്ട് ആക്കണം. ഓക്കെ, നമ്മുടെ AC-യിൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അറിയാലോ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ നമുക്ക് DC-യിൽ നമുക്ക് അവിടെ DC to DC കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്നൊക്കെ പറയും, അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, പിന്നെ സ്പീഡ് ഓഫ് മോട്ടർ, സ്പീഡ് മോട്ടേഴ്സിന്റെ, നമ്മുടെ ഡ്രൈവ്സിൽ, നമ്മുടെ ഇപ്പോൾ ലോക്കോമോട്ടീവ്സ്, അതേപോലെ തന്നെ പല ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ മോട്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം മോട്ടേഴ്സിന്റെ ഒക്കെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പവർ ക്വാളിറ്റി, ട്രാൻസ്മിഷനിൽ നമുക്ക് പവറിന്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും അതിൻ്റെ സീരിയസ്നെസ്സിൽ മനസ്സിലാക്കി, ഇൻട്രസ്റ്റിങ്ങോടെ മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം ഞാൻ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ആണ്. നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡയോഡ്. ഓക്കെ, നമ്മൾ സാധാരണ ഡയോഡ് ഉണ്ട്, നമ്മൾ സിഗ്നൽ ഡയോഡൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഡയോഡ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഡയോഡ് എന്താ ചെയ്യുന്നത് അറിയാലോ, AC-നെ DC ആക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഡയോഡ്. ഓക്കെ, അപ്പോൾ അത് പവർ ഇലക്ട്രോണിക്സിൽ വരുമ്പോൾ നമ്മൾ പവർ ഡയോഡ്. ഓക്കെ, സിഗ്നൽ ഡയോഡിനൊക്കെ ഒരു കുറച്ച് ചെറിയ രീതിയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ
മെയിൻലി സിഗ്നലിനെയാണ് അവിടെ ഡി സി ആക്കുന്നത്. ഓക്കെ, ചെറിയ പവർ റേറ്റിംഗിലൊക്കെയാണ് ഡയോഡ് വർക്ക് ചെയ്യുക, നോർമൽ ഡയോഡ്. പക്ഷെ ഇവിടുത്തെ ഡയോഡ് പറയുമ്പോൾ, പവർ ഡയോഡ് പറയുമ്പോൾ ഹൈ പവറിൽ, നമ്മുടെ പവർ ട്രാൻസ്മിഷനിൽ ഹൈ പവറിന് നമുക്ക് ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ടിനൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്പോണന്റ് പവർ ഡയോഡ്. പിന്നെ SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, തൈറിസ്റ്റർ എന്ന് പറയും. ഓക്കെ, ഇതിന് തൈറിസ്റ്റർ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഈ കമ്പൗണ്ട്സിനൊക്കെ നമുക്ക് തൈറിസ്റ്റർ എന്ന് കോമൺ ആയിട്ട് വിളിക്കാം. ഓക്കെ, നമ്മൾ SCRന് അതേപോലെ തന്നെ എന്താണ് തൈറിസ്റ്റർ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഗേറ്റ് 3 ടെർമിനൽ ഡിവൈസ് ആണ്, നമുക്ക് ഗേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഗേറ്റ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും, എവിടെ വെച്ച് നമുക്ക് റെക്ടിഫിക്കേഷൻ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇത് മോസ്ഫെറ്റ് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ, അത് നമുക്ക് പഠിക്കാം. പിന്നെ ട്രയാക്ക്, ഇതൊക്കെ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് പവർ ഡയോഡാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മൊബൈൽ ഫോൺ ചാർജേഴ്സ്. ഓക്കെ, നമ്മുടെ മൊബൈലിൽ പണ്ടത്തെ മൊബൈൽ ചാർജേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലോ നിങ്ങൾ. എന്താണ് ഒരു പണ്ടത്തൊക്കെ ഒരു 10 കൊല്ലം മുന്നേ, 15 കൊല്ലം മുന്നൊക്കെ മൊബൈൽ ചാർജേഴ്സ് ഒക്കെ വലുതായിരിക്കും, വലിയ ബൾക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. കാരണം അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ AC-നെ DC ആക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതും. കാരണം നമ്മുടെ ഒരു മൊബൈലിന്റെ ചാർജർ ലെവൽ എന്ന് പറയുമ്പോൾ ബാറ്ററിക്കൊക്കെ 5 വോൾട്ട് ടു 5 വോൾട്ട് ഒക്കെ മതി ചാർജ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ സപ്ലൈ വരുന്ന KCB സപ്ലൈ വരുന്നതോ 230 വോൾട്ട്. അപ്പൊ നമുക്ക് ആ 230 വോൾട്ടിനെ 5 വോൾട്ടിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോമർ ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ സൈസ് അറിയാലോ, വലിയ സൈസ് ആവും. പിന്നെ അതുകൊണ്ട് വെയിറ്റും ഉണ്ടാവും. അപ്പൊ ഇത് പിന്നെ നമുക്ക് അങ്ങനെ കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ വലിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പവർ ഇലക്ട്രോണിക്സ് വന്നപ്പോൾ നമുക്ക് SCRോ അങ്ങനെ മോസ്ഫെറ്റോ അങ്ങനെ എന്തെങ്കിലും ഡിവൈസസ്, ഏത് ഡിവൈസസ് ആവട്ടെ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുക, അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഒക്കെ വെച്ച് നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മൊബൈൽ ചാർജർ ഒക്കെ കാണാറുണ്ടല്ലോ, വളരെ ചെറിയ സൈസിലൊക്കെയാണ് വരുന്നത്. പിന്നെ ലാപ്ടോപ്പ് അഡാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്, സോളാർ ഇൻവേർട്ടേഴ്സ്, നമ്മുടെ സോളാർ ലൈൻ, PPT, PWM, അങ്ങനത്തെ ചാർജ് കൺട്രോളർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ സോളാർ അതില്. കാരണം സോളാർ എനർജി അതിന്റെ ഇന്റൻസിറ്റി മാറാം. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമുക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്. UPS സിസ്റ്റം, നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പവർ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് വരുന്നത്. ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡ്രൈവ്സിൽ നമ്മുടെ EV, ഇപ്പൊ EV ഒക്കെ വളരെ കോമൺ ആയിട്ട് വരികയാണ്. അതുപോലെ ട്രെയിൻ, ലോക്കോമോട്ടീവ്സ്, ഇതിലൊക്കെ നമ്മുടെ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വളരെയധികം ഉപകാരം. സ്പീഡ് കൺട്രോൾ ഓഫ് ഫാൻ ആൻഡ് മോട്ടർ, നമ്മുടെ പണ്ടത്തെ റെഗുലേറ്റർ ഒക്കെ അറിയാലോ, റെസിസ്റ്റീവ് ടൈപ്പ് ആണ്, അതൊക്കെ വലുതായിരുന്നില്ലേ. അപ്പൊ അതിന് മറ്റ് ഇത്ര ചെറിയ ഡ്രൈവ്സ് ആണ് വരുന്നത്. അതിലൊക്കെ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഹൈ എഫിഷ്യൻസി ആണ്, സ്മോൾ സൈസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഫാസ്റ്റ് കൺട്രോൾ ആണ്, എനർജി സേവിംഗ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പവർ ഇലക്ട്രോണിക്സിന്റെയും അനലോഗ് ഇലക്ട്രോണിക്സിന്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, വീഡിയോ ലെങ്ത് കൂടുതലെന്ന് അറിയാം, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പൊ എന്താണ് ഈ മെയിൻ പർപ്പസ്, എന്താണ് പവർ ഇലക്ട്രോണിക്സ് ഞാൻ പറഞ്ഞു, കൺവേർട്ട് ഇലക്ട്രിക്കൽ പവറിനെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ അനലോഗ് ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ്. ഓക്കെ, സിഗ്നൽസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പവർ ലെവൽ ഹൈ പവർ ആണ്, വാട്ട് മുതൽ മെഗാവാട്ട് വരെയൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ പവർ ഞാൻ പറഞ്ഞു പവർ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ അതേപോലെ തന്നെ വലിയ വലിയ വാട്ട്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ലോ പവർ ആണ്, മില്ലി വാട്ട്സിലാണ് അധികം യൂസ് ചെയ്യുക. മെയിൻ ഡിവൈസസ് ഏതൊക്കെ ഞാൻ പറഞ്ഞു, SCR, ഡയോഡ്, മോസ്ഫെറ്റ്, IGBT, ട്രയാക്ക്. പക്ഷെ ഇവിടെ എന്താ വരുന്നത്, അനലോഗ് ഇലക്ട്രോണിക്സിൽ ഡയോഡ്, BJT, JFET. ഓക്കെ, പിന്നെ ഒപ്പാമ്പ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഓപ്പറേഷൻസ് എന്താണ്, അവിടെ അധികം സ്വിച്ചിങ് മോഡാണ്. ഓക്കെ, മറ്റോടത്ത് ലീനിയർ മോഡാണ്. പിന്നെ എഫിഷ്യൻസി പറയുമ്പോൾ വെരി ഹൈ എഫിഷ്യൻസി ആണ്, ഇവിടെ ലോവർ എഫിഷ്യൻസി ആണ് ഉണ്ടാകുന്നത്. ഹീറ്റ് ഡിസിപ്പിയേഷൻ, നല്ല ഹീറ്റ് ഉണ്ടാവും, കാരണം അവിടെ ഫാൻസ്, ഹീറ്റ് സിങ്ക് ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇവിടെ അത്ര ഹീറ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഹീറ്റ് സിങ്ക് നമ്മൾ വളരെയധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതിൽ എന്തായാലും ഹീറ്റ് സിങ്ക് വേണം, കാരണം അത്രയും പവറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്താണ്, AC to DC ആണ്, DC to AC ആണ്, DC to DC ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ റെക്ടിഫിക്കേഷൻ, ഇൻവെർട്ടർ, പിന്നെ
DC to DC അങ്ങനെ കൺവേർഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ അങ്ങനെ ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ലെവൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്, ഫിൽട്ടറിങ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, ലോ ടു ഹൈ സ്വിച്ചിങ് ഫ്രീക്വൻസി ആണ്. ഇവിടെ ഓഡിയോ ടു RF സിഗ്നൽസ് ആണ്. ഓക്കെ, ഓഡിയോനെ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്കുള്ള യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഓക്കെ, CPന്റെ ഉള്ളിൽ SMPS പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും, അതിലൊക്കെ പവർ ഇലക്ട്രോണിക്സ് ആണ് ഉള്ളത്. ഇൻവെർട്ടേഴ്സ്, മോട്ടോർ ഡ്രൈവ്സ്, UPS, മറ്റേ ആംപ്ലിഫയർ, ഓസിലേറ്റർ, ഫിൽട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറൻസ്. ഇനെന്താണ് നമ്മുടെ ഒരു സിഗ്നൽ, നമുക്ക് പവർ ഡയോഡാണ് ഈ സെക്ഷനിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഡയോഡ് അറിയണതിന് മുന്നേ നമുക്ക് എന്തറിയണം, സിഗ്നൽ ഡയോഡ്. നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിച്ച അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച സിഗ്നൽ ഡയോഡിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഓക്കെ, ജസ്റ്റ് ഒരു ഓവറോൾ ബ്രീഫായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട്. അപ്പോൾ നമുക്കറിയാലോ PN ജംഗ്ഷൻ ഡയോഡാണെന്ന് അറിയാലോ സിഗ്നൽ ഡയോഡ്. അപ്പോൾ ഇവിടെ അതിനെന്താണ്, ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ P പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, P പറഞ്ഞ ലെയറും ഉണ്ടാവും, N പറഞ്ഞ ലെയർ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത ഒരു ലെയറാണ്. ഓക്കെ, ആ ഒരു പാർട്ടാണ് എന്ത്, ഡിപ്ലീഷൻ റീജിയൻ, ഒരു ജംഗ്ഷൻ. ഓക്കെ, അതാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് വരാൻ അറിയാലോ. Pയിൽ എന്താവും ഹോൾസും, Nൽ എന്താവും ഇലക്ട്രോൺസും ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ജംഗ്ഷന്റെ ഇവിടെ ഇലക്ട്രോൺസും ഹോൾസും കൂടി റീകമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും, ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ ഒരു വോൾട്ടേജിനാണ് നമ്മൾ ഉണ്ടാവുന്ന വോൾട്ടേജിനാണ് ഡിപ്ലീഷൻ വോൾട്ടേജ് എന്നൊക്കെ പറയാം നമ്മൾ പറയാം. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കാതെ ഇതിലുണ്ടാവുന്ന ഒരു ചെറിയ വോൾട്ടേജ് ആണ് ഡിപ്ലീഷൻ. അത് സിലിക്കൺ ആണെങ്കിൽ എന്താണ് 0.7 വോൾട്ടും, അതേപോലെ തന്നെ ജർമ്മനി ആണെങ്കിൽ എന്താണ് 0.3 വോൾട്ട് ആണ് ഉണ്ടാവുക. അത് ജസ്റ്റ് നിങ്ങൾ വോൾട്ട് മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് കിട്ടും. സപ്ലൈ ഒന്നും കൊടുക്കാതെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, വോൾട്ടേജ് കിട്ടും. ഓക്കെ, അതാണ് സിഗ്നൽ ഡയോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ഫോർവേഡ് ബയോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പോസിറ്റീവ് Pയിലേക്കും കണക്ട് ചെയ്യും, നെഗറ്റീവ് Nലേക്കും കണക്ട് ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയോസ് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് അറിയാലോ. അപ്പോൾ എന്താണ് പ്ലസും ഇവിടെ എന്താണ്, ജസ്റ്റ് മിനിറ്റ്, ഇവിടെ നമ്മൾ പ്ലസ് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോവും. അങ്ങനെ ഇതിനെ എന്ത് ചെയ്യും, പോസിറ്റീവും വരുമ്പോൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഹോൾസ് ഇങ്ങോട്ട് പോവും. അതേപോലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ടും പോവും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെയും റിപ്പൽ ചെയ്യും, നെഗറ്റീവ് അല്ല വരുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ എന്താവും, ചെറുതായി വരും. അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ചെറുതാവുമ്പോൾ എന്താവും, അവിടെ ഒരു കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയസ് നടത്തുമ്പോൾ എന്താണ്, നമ്മുടെ ഡയോഡ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ഡിപ്ലീഷൻ റീജിയൻ എന്താണ്, ഇവിടെ അതിന്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടക്ഷൻ നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക, ഒരു ക്ലോസ് സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡയോഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. കാരണം ആ ഒരു എങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ അവിടെ 0.3 വോൾട്ടിന്റെ മുകളിൽ പോയാലാണ് നമുക്ക് അത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളത്. അതുപോലെ തന്നെ സിലിക്കൺ ആണെങ്കിൽ 0.7. ഓക്കെ, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡയോഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആനോഡിലേക്കും പോസിറ്റീവ് കാഥോഡിലേക്കും നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ പോസിറ്റീവിന് എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. അതേപോലെ ഈ പോസിറ്റീവിന് എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് എന്ത് ചെയ്യും, പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഹോൾസിന് ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് എന്ത് ചെയ്യും, ഈ നെഗറ്റീവിനെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും, വൈഡൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റിവേഴ്സ് പോളാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷൻ വർക്ക് ചെയ്യില്ല, അവിടെ എന്താവും, ഒരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇൻസുലേഷൻ ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അതിനൊരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ആവും. അതിന് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ ഡയോഡ് പറയുമ്പോൾ ഒന്നുമില്ല. പവർ ഡയോഡ് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഡയോഡിന്റെ പോലെ തന്നെ ഇലക്ട്രിക്കൽ സിമ്പിളൊക്കെ ഈ സിമ്പിളൊക്കെ സെയിം ആണ്. പക്ഷെ അതിന്റെ ഫാബ്രിക്കേഷനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പവർ ഡയോഡ് സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അതെന്താണ്, നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് PN ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയാണ്. പക്ഷെ അതിന് കുറച്ച് അതിന്റെ ഇലക്ട്രിക്കൽ സിമ്പിളൊക്കെ അതേപോലെ തന്നെ, പക്ഷെ ഫീച്ചേഴ്സും ഡയമെൻഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ പവർ ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഡയോഡിനെക്കാട്ടും സൈസ് കൂടുതലാണ്, വിഡ്ത്തും അതിന്റെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. ഓക്കെ, നല്ല കൂടുതലാണ്. കാരണം അതിന് പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൂട്ടിയിട്ടുള്ളത്. പവർ ഡയോഡ് എന്താണ്, ഇൻ വേരിയസ് ഫോം കേപ്പബിൾ ഹാൻഡ്ലിംഗ് ഹൈ വോൾട്ടേജസ് ആൻഡ് കറണ്ട്. അതായത് ഹൈ കറണ്ടും ഹൈ വോൾട്ടേജും എന്താ ചെയ്യാൻ പറ്റണം, അതിനെ കേപ്പബിൾ ആവണം, അത് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം.
ഓക്കെ. അപ്പൊ നമ്മുടെ AC to റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലൊക്കെ എന്താണ് നമ്മൾ പവർ ഡയോഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മാനേജിങ് പവർ ഫ്ലോ വേരിയസ് ഇലക്ട്രോൺ ഡിവൈസസ് ആൻഡ് സിസ്റ്റമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പവർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ കറണ്ട് റേറ്റിംഗ് എങ്ങനെയാണ്? നമ്മുടെ നോർമൽ ഡയോഡിനെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 kVA, ഓക്കെ, പവർ ഡയോഡ് പറയുമ്പോൾ 5 kVA വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സോറി കിലോ ആംബിയർ, സോറി കിലോ ആംബിയറിന്റെ മുകളിൽ ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പവർ കാപ്പബിലിറ്റി. അതായത് ഫോർവേഡ് ബയാസ് നമുക്ക് സംഭവിക്കുമ്പോൾ 5 കിലോ ആംബിയർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂടെ പാസ് ചെയ്യിക്കാൻ പറ്റും. അത്രയും ഹൈ റേഞ്ച് വരെ എന്തിന്റെ പവർ ഡയോഡ് പോകുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ വോൾട്ടേജ് നോക്കുമ്പോഴോ നമുക്ക് ലോ വോൾട്ടേജ് മുതൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് വരെ നമുക്ക് പോകാൻ പറ്റും. അതായത് 10 കിലോ വോൾട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ബ്ലോക്ക് ചെയ്യണമല്ലോ. അപ്പൊ ബ്ലോക്കിംഗ് റേഞ്ച്, ആ ബ്ലോക്കിംഗ് റേഞ്ച് KVA നമ്മൾ പറയാം. അത്രയും ഹൈ വോൾട്ടേജ് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിൾ ആയ ഡയോഡാണ് എന്ത്, പവർ ഡയോഡ്. ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പൊ ഇതിന്റെ ഫാബ്രിക്കേഷൻ, ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നോർമൽ ഡയോഡിനെ പോലെ വെറും PN ജംഗ്ഷൻ ഡയോഡ് അല്ല, കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ N- ലെയർ ആറ്റ് ആസ് എ മിഡിൽ ലെയർ. ഓക്കെ. ഇവിടെ N- ലെയർ ഞാൻ പറഞ്ഞില്ലേ, ഇതെന്താണ്, ഇവിടെ നമുക്ക് പറഞ്ഞുതരാം, ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു N- ഉണ്ട്, N+ ഉണ്ട്, ഒരു P+ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ N- പറഞ്ഞ ലെയർ ആണ് ഇവിടെ മിഡിൽ ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ തിക്നെസ് എന്താണ്, മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് ഞാൻ പറഞ്ഞില്ല, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ ആണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിന്റെ ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഡോപ്പിംഗ് 10⁻14 cm. അതായത് നമുക്ക് ആ ലെയർ ഇൻക്രീസ് ചെയ്യും, വിഡ്ത്ത് ഇൻക്രീസ് എത്ര ചെയ്യുന്നോ അത്രയും നമുക്ക് എന്തായാലും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ ഒരു N- ലെയറിന്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂട്ടാൻ പറ്റുക. ഓക്കെ. അതുപോലെ N+, ഈ N- ലെയർ പറയുമ്പോൾ നമ്മുടെ ലൈറ്റ്ലി ഡോപ്പ്. ഓക്കെ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഈ N- പറഞ്ഞ ഉദ്ദേശിക്കുന്നത്, ഈ മൈനസ് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ. ലൈറ്റ്ലി ഡോപ്പിംഗ് പറഞ്ഞാലല്ലോ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡോപ്പിംഗ് എന്ന് പറയുക. അപ്പൊ ഈ N- ലെയർ പറയുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. N+ ലെയർ പറയുമ്പോൾ ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ. പ്ലസ് എന്ന് പറയുമ്പോൾ ഹെവിലി ഡോപ്ഡ് ആണ്. അതുപോലെ P+ ലെയർ പറയുമ്പോൾ അതും ഹെവിലി ഡോപ്ഡ് ലെയർ ആണ്. ഇവിടെ N- ലെയർ ആണ് എന്ത്, ലൈറ്റ്ലി ഡോപ്ഡ് ലെയർ. അതുപോലെ നമ്മുടെ N+ ലെയർ എന്താണ്, കാഥോഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ. കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ P+ ലെയർ ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. തിക്നെസ് 250 to 30, 300 മൈക്രോമീറ്റർ ആൻഡ് 10 മൈക്രോമീറ്റർ റെസ്പെക്റ്റീവ്ലി. ലെവൽ ഓഫ് ഡോപ്പിംഗ് 10⁻19 സെന്റിമീറ്റർ -3 ഓഫ് ബോത്ത് ലെയേഴ്സ്. ഓക്കെ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ പവർ ഡയോഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് വരയ്ക്കുന്നത്. ഓക്കെ. ഇപ്പൊ N- ലെയർ ഉണ്ട്, N+ ലെയർ ഉണ്ട്, അതിലൊരു P+ ലെയറും ഉണ്ട്. ഓക്കെ. ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ N- ലെയർ ലൈറ്റ്ലി ഡോപ്ഡും N+ ലെയറും P+ ലെയറും ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ. അതുപോലെ N- ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഡയോഡിന്റെ ഫോർവേഡ് ബയാസ് ചെയ്യാൻ പോകണം. അതായത് പോസിറ്റീവ് Pയിലേക്കും കൊടുത്തു, നെഗറ്റീവ് N-ലേക്കും കൊടുത്തു, N+ ലെയറിലേക്കും കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ പ്ലസ് വരുന്നുണ്ട്. ആ പ്ലസ് എന്ത് ചെയ്യും, ഈ പ്രോട്ടോൺസ്, അതായത് സോറി ഈ ഹോൾസ് എന്ത് ചെയ്യും, ഈ ഹോൾസിനെ റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ഹോൾസ് എന്ത് ചെയ്യും, ഇവിടേക്ക് എന്ത് ചെയ്യും, പോവും. ഈ N- ലെയറിൽ എന്താണ്, ഇലക്ട്രോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ, ഇലക്ട്രോൺസ് ആണല്ലോ ഉണ്ടാവുക. അതുപോലെ ഇവിടെയും ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനെക്കാട്ടും കുറവാണ്. കാരണം ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഇവിടെ 10 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇവിടെ 5 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. കാരണം ഇവിടത്തെ അപേക്ഷിക്കുമ്പോൾ ഈ N+ ലെയറിൽ അപേക്ഷിക്കുമ്പോൾ ഈ N- ലെയറിൽ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോവും, റീകോമ്പിനേഷൻ സംഭവിക്കും. ഓക്കെ. ഈ N- ലെയറിൽ പോവും. അപ്പൊ ഇവിടെ ഹോൾസ് ഒരു സപ്പോസ് ഞാനിപ്പോ ഒരു 2 ഹോൾസ്, സോറി ഒരു 10 ഹോൾസ് എക്സാമ്പിൾ കേട്ടോ, 10 ഹോൾസ് ഇതിലേക്ക് പോയി, അതായത് N- ലെയറിലേക്ക് പോയി. ഞാൻ ഇവിടെ വരയ്ക്കാം, ഈ P+, N-, പ്ലസ്. ഇവിടെ ഒരു 10 ഹോൾസ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയി, അങ്ങനെ 10 പോയി. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 10 - 5 പറയുമ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺസ് ഹോൾസ് എന്താണ് ബാക്കി വരല്ലേ. ഓക്കെ. ഇവിടെ 5 ഹോൾസ് ബാക്കി വരുമ്പോ എന്ത് ചെയ്യും, ഈ ബാക്കി, അതായത് ഈ ഒരു N+ ലെയർ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും.
ഓക്കെ. ഈ ബാക്കി 5 ഹോൾസ് ബാക്കിയല്ലേ, അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഈ ഹോൾസിന്, കാരണം ഇവിടെ നെഗറ്റീവ് കൊടുക്കുകയാണ്, കാരണം ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യാണ്, അപ്പൊ ഇതിന് ഇങ്ങോട്ട് പോകാൻ ടെൻഡൻസി വരും. ഓക്കെ, അപ്പൊ n പ്ലസ് n മൈനസിലേക്ക് പോയി ബാക്കി 5 ഹോൾസ് ആയിട്ട് റീകോമ്പിനും ചെയ്യും. സാധാ ഡയോഡ് ആകുമ്പോൾ എന്താണ്, അവിടെ പി എൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ, പിയും എന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചിലപ്പോൾ ഹോൾസ് ബാലൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോമ്പിനേഷൻ നടക്കില്ല, കാരണം അവിടെ കണ്ടക്ഷൻ നമുക്ക് അത് കുറയും, കാരണം റീകോമ്പിനേഷൻ നടക്കുമ്പോൾ കണ്ടക്ഷൻ നമുക്ക് കുറയാണ് ചെയ്യും, ആ ഒരു റെസിസ്റ്റൻസ് അവിടെ കുറച്ച് കൂടുതലാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സ്ട്രാ ഹോൾസ് ഒന്നും വരുന്നില്ല, കാരണം എല്ലാ ഹോൾസും ഇലക്ട്രോൺസും കൂടുതൽ റീകോമ്പൈൻ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണില്ല, പ്രശ്നമില്ല. കാരണം ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞില്ല, ഇവിടെ n മൈനസിൽ 5 ഇലക്ട്രോൺസ് ആണ് വിചാരിക്കുക, അതുപോലെ n പ്ലസിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ ഹോൾസിൽ 10 എന്തുണ്ട്, 10 ഹോൾസും ഉണ്ട്. ഓക്കെ, പിയിൽ. അപ്പൊ 10ഉം 5ഉം കൂടി റീകോമ്പൈൻ ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും, ബാക്കി 5 ഹോൾസ് വെറുതെ ഇരിക്കുകയല്ലേ, കാരണം ഇവിടെ 5 കൊടുക്കാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ 5 എന്തായിട്ട് റീകോമ്പൈൻ ആവും, ഈ n പ്ലസ് ലെയർ ആയിട്ട് എന്ത് ചെയ്യും ആവും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഹൈ കറണ്ട് നമുക്ക് പാസ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ കറണ്ട് റേറ്റ്, ഇങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ വർക്കിംഗ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഫോർവേഡ് ബയസ് നമ്മൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നോക്കി. പവർ ഡയോഡ് കൺസിസ്റ്റ് 2 regions, പി ടൈപ്പ് സെമികണ്ടക്ടർ റീജിയൻ ആൻഡ് ടൈപ്പ് സെമികണ്ടക്ടർ റീജിയൻ, പി എൻ ജംഗ്ഷൻ ഇന്റർഫേസ്. നമ്മൾ ഫോർവേഡ് ബയസ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, പി സൈഡിൽ നമ്മൾ ആനോഡും എൻ സൈഡിൽ കാഥോഡും കണക്ട് ചെയ്യും. അപ്പോൾ ഒരു പാരലൽ പൊട്ടൻഷ്യൽസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ സാധാ പോലെ തന്നെ. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറ്റും, കണ്ടക്ഷൻ, അതായത് കറണ്ട് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറ്റും. അതാണ് ഇവിടെ റീകോമ്പിനേഷൻ, കാരണം ഇലക്ട്രോൺസും ഹോൾസും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് അവിടെ നമുക്ക് കറണ്ടിന്റെ കാപ്പബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക, നിങ്ങൾ പറഞ്ഞേ, നമ്മുടെ ഡയോഡ് മറ്റേ പോലെ തന്നെ നമ്മൾ നെഗറ്റീവ് പിയിലേക്ക് കണക്ട് ചെയ്തു, പോസിറ്റീവ് എന്നിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എന്താവും, ഇവിടെ ഹോൾസ് ഈ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും, അതേപോലെ തന്നെ പ്ലസ് ചാർജ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. ഇതിന്റെ എന്ത് സംഭവിക്കും, ഈ n മൈനസ് ലെയർ എന്ത് ചെയ്യും, വലുതാവും, ആ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, വലുതാവും, അതിന്റെ ലെങ്ത് വൈഡൻ ചെയ്യും, അതിന്റെ സൈസ് വൈഡൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഹൈ റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഹൈ റേഞ്ചിൽ നമുക്ക് റിവേഴ്സ് വോൾട്ടേജ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റിവേഴ്സ് വോൾട്ടേജ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഇപ്പൊ നമ്മുടെ എ സി ആകുമ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ട്, നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ട്. അറിയാലോ, ഈ പോസിറ്റീവ് വോൾട്ടേജിന് മാത്രമാണ് നമ്മുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഈ റിവേഴ്സ് വോൾട്ടേജ്, അത് പൊളാരിറ്റി മാറുമ്പോൾ കണ്ടക്ട് ചെയ്യില്ല. ഇതിന്റെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിലോ വോൾട്ട് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും റേഞ്ചിൽ നമുക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ ഡയോഡിന് അത്ര വോൾട്ടേജ്, ഹൈ വോൾട്ടേജും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ പവർ ഡയോഡ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഡിപ്ലീഷൻ ലെയറിന്റെ, അതായത് n മൈനസിന്റെ വിഡ്ത്തിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഈ റിവേഴ്സ് വോൾട്ടേജ് ബ്ലോക്കിംഗ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ വിഡ്ത്ത് കൂടും തോറും നമുക്ക് അതിന്റെ വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, ഇതന്നെയാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് എന്നിലും പിയില്, അതായത് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യും, കാഥോഡിലും, നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ആനോഡിലും കണക്ട് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് ഇതിന്റെ വി എ ക്യാരാണ് ഇങ്ങനെയാണ്. ഓക്കെ, നോർമൽ ഡയോഡിനെ അപേക്ഷിക്കുന്നിടത്തോളം നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ റിവേഴ്സ് വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് എന്താണ്, കിലോ വോൾട്ട് റേഞ്ചിലാണ് നമ്മൾ പറയുക, കിലോ വോൾട്ടിലാണ്, KVയിലാണ് നമ്മൾ പറയുക. കാരണം അത്രയും ഹൈ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാ ഡയോഡ് പോലെ 0.7ഉം അതേപോലെ തന്നെ 0.3 ഒക്കെ നമ്മൾ പറയാം. സിലിക്കൺ ആണെങ്കിൽ 0.7ഉം ജർമ്മനി ആണെങ്കിൽ 0.3 അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 വോൾട്ട് ആണ് ഇതിന്റെ എന്ത്, ഫോർവേഡ് കട്ടിംഗ് വോൾട്ടേജ്. ഓക്കെ, ആ ഒരു വോൾട്ടേജ്, ആ കട്ടിംഗ് വോൾട്ടേജ് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, ഡിപ്ലീഷൻ വോൾട്ടേജ്, അത് ഇവിടെ 1 വോൾട്ട് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ വി എ ക്യാര. മറ്റേ പോലെ തന്നെയാണ് വി എ ക്യാര, വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം ആണ്. പക്ഷെ ഇതിന്റെ ആ ഒരു റേഞ്ച്, ഈ VBO, അതായത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കിലോ വോൾട്ടിലാണ് നമ്മൾ പറയുക. ഓക്കെ,
ഇതാണ് ഒരു പവർ ഡയോഡിന്റെ ഫിഗർ. ഓക്കെ, നമ്മുടെ സാധാ ഡയോഡിനെ വെച്ച് നോക്കുമ്പോൾ അറിയാലോ, സാധാ ഡയോഡൊക്കെ നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും, വളരെ ചെറിയ സൈസ് ആണ്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോഴല്ല, പവർ ഡയോഡ് വലിയ സൈസുള്ള ഡയോഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. ഇതാണ് പവർ ഡയോഡിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും പറയാണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.